വളരെ ചെറുപ്പത്തിൽ തന്നെ തുടങ്ങിയതാണ് ഈ ബിസിനസ്സിലേക്ക് ധനം കൈകാര്യം ചെയ്യുന്നതിലേക്ക്. എങ്ങനെയാണ് അത്ര ചെറുപ്പത്തിൽ, എനിക്കൊന്ന് പ്രായപൂർത്തിയാകുന്നതിന് മുമ്പ് തന്നെ വന്നു കാണും? അതെ അതെ. എങ്ങനെയാ തുടക്കം എന്ന് പറയുമോ? ഏകദേശം 17 വയസ്സിലാണ് ബിസിനസ്സിലേക്ക് വരുന്നത്. അപ്പോൾ ഈ 17 വയസ്സിൽ ഓൾറെഡി പറഞ്ഞു ഫാദർ ഒരു റെസ്റ്റോറൻറ്റ് നടത്തിയായിരുന്നു. അപ്പോൾ എനിക്ക് ഷിഫ്റ്റ് ആയിരുന്നു, കോളേജിലായിരുന്നു. അപ്പോൾ കോളേജ് കഴിഞ്ഞു ആ ബാക്കിയുള്ള സമയമായിരുന്നു റെസ്റ്റോറൻറ്റ് സ്പെൻഡ് ചെയ്തിരുന്നത്. അപ്പോൾ അന്ന് മുതൽ ബിസിനസ് ഒരു പാഷനാക്കി എടുത്തിരുന്നു. അപ്പോൾ 17 വയസ്സ് മുതൽ തുടങ്ങിയ ആ ഒരു ജീവിതമാണ് ഇന്നും ഇവിടം വരെ എത്തി നിൽക്കുന്നത്. റെസ്റ്റോറൻറ്റ് ബിസിനസ്സിൽ നിന്ന് റിയൽ എസ്റ്റേറ്റ് ബിസിനസ് വരെയുള്ള യാത്ര ഒരു ചെറിയ കാര്യമല്ല. ഇതിനിടയിൽ വളരെയധികം എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ട്. എന്തെല്ലാം സംഭവിച്ചിട്ടുണ്ട് ജീവിതത്തിലാണെങ്കിലും. എനിക്ക് തോന്നുന്നു ഇടയ്ക്ക് ഫാദർ മരിച്ചു, ഫുൾ ചാർജ് എടുക്കേണ്ടി വന്നു. അതിനു മുമ്പ് തന്നെ വിവാഹിതനായി, ദറ്റ്സ് വെരി യങ് സ്റ്റേജിൽ. അതൊന്ന് പറയുമോ? യെസ്, അതായത് 17 വയസ്സിൽ ബിസിനസ്സിലേക്ക് വന്നു. ഓൾറെഡി അന്ന് മുതൽ തന്നെ വൈകുന്നേരം ഫാദർ കണക്ക് കൂട്ടി നോക്കുമ്പോൾ ഓരോ ദിവസവും ടേൺ ഓവർ എങ്ങനെ കൂട്ടാം. അപ്പോൾ എനിക്ക് അന്നത്തെ ഒരു ഡെയിലി ബിസിനസ്സൊക്കെ പറഞ്ഞാൽ 35,000-35,000 ആ റേഞ്ചൊക്കെ ആയിരുന്നു. അപ്പോൾ നോക്കും നാളെ എങ്ങനെ 36 ആക്കാം, അത് ഞാൻ എന്ത് ചെയ്യണം? അത് അറിയാതെ തന്നെ മനസ്സിലേക്ക് വന്ന ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു, എങ്ങനെ 36 ആക്കാം, എങ്ങനെ 37 ആക്കാം, എങ്ങനെ കസ്റ്റമറെ കൂടുതൽ അട്രാക്ട് ചെയ്യാം, അന്നേ ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഓൾറെഡി ഒരു ദിവസമായിരുന്നു ഷോപ്പിൽ മറ്റേ ചായ അടിക്കുന്ന ഒരാളൊന്ന് ലീവ് എടുത്തു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ ഓൾറെഡി വെയിറ്റർ പോസ്റ്റിലായിരുന്നു. കാരണം ഫ്രണ്ട് ഓഫീസാണ് ഞാൻ കൈകാര്യം ചെയ്തത്. ഫാദർ പോകുമ്പോൾ ക്യാഷിലിരിക്കും, ബാക്കിയുള്ള സമയം വെയിറ്ററാണ്. അപ്പോൾ അന്ന് ഞാൻ പറഞ്ഞു ഞാൻ ചെയ്തോളാം പറഞ്ഞ് ഞാൻ ഓൾറെഡി ചായ ഉണ്ടാക്കാൻ വേണ്ടി കയറി. പക്ഷെ എനിക്കറിയില്ല, അപ്പോൾ അവരുണ്ടാക്കുന്നത് കണ്ടിട്ടുണ്ട്. അപ്പം തന്നെ ഞാൻ ജസ്റ്റ് ഒരു ചായ എടുത്തു. ആ സമയത്ത് ഇങ്ങനെ തുടങ്ങിയിരുന്നു. ഫാദർ വന്നിട്ട് പറഞ്ഞു, നീ ഒരു കാരണവശാലും കിച്ചണിലേക്ക് കയറിയത്. കാരണം നീ ഒരു പണി പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒരു പക്ഷേ നീ പിന്നീട് അതിലേക്ക് തന്നെ നിൻ്റെ മൈൻഡ് മാറും. അതുകൊണ്ട് നീ ചെയ്യേണ്ടത് നിൻ്റെ കോണ്ടാക്റ്റിൽ ചായ ഉണ്ടാക്കുന്ന കുറേ പേരെ ആ കോണ്ടാക്ട്സിൽ കൂട്ടാം. അപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരിക്കലും പണിയെടുക്കുന്നത് തെറ്റല്ല, പക്ഷേ പണിയെടുപ്പിക്കുന്നവരുടെ ലിസ്റ്റ് തയ്യാറായി കഴിഞ്ഞാൽ നമുക്ക് എത്ര റെസ്റ്റോറൻറ്റ് വേണമെങ്കിലും ഇതേമാതിരി നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. അല്ലെങ്കിൽ ഒരെണ്ണത്തിൽ നീ ഒതുങ്ങുമെന്ന് പറഞ്ഞു. എന്തോ എനിക്കറിയില്ല, ഫാദർ എന്ന് പറഞ്ഞു ആ ഒരു ഉപദേശം വളരെ നല്ല രീതിയിൽ ചെവിക്കൊണ്ടു. അവിടുന്ന് ഏകദേശം 14 ചെയിൻ റെസ്റ്റോറൻറ്റുകളും ഉണ്ടായിരുന്നു, സിൽവർ സ്പൂൺ എന്ന പേരിൽ. ഓൾറെഡി കോവിഡ് വരെ നല്ല രീതിയിൽ റൺ ചെയ്തുകൊണ്ടിരുന്നതാണ്. അപ്പോൾ അതിൽ 19ാമത്തെ വയസ്സ് കഴിഞ്ഞപ്പോഴായിരുന്നു എൻ്റെ വിവാഹം. അതിന് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫാദർ ഓൾറെഡി ഒരു കാർഡിയാക് അറസ്റ്റ് കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് പെട്ടെന്ന് തോന്നുകയാണ് മകൻ്റെ കല്യാണം കാണണമെന്നൊരു ആഗ്രഹം തോന്നി. 2 ആൺമക്കളാണ്, എൻ്റെ ഇളയതാണ്, ഞാൻ മൂത്തതാണ്. അങ്ങനെ 19.5 വയസ്സിലാണ് വിവാഹം കഴിയണത്. അങ്ങനെ വിവാഹം കഴിഞ്ഞപ്പോൾ പറഞ്ഞു ഓൾറെഡി ഫാദറിൻ്റെ റെസ്റ്റോറൻറ്റ് വെയിറ്ററായി നിൽക്കുന്നത് എന്തോ ഒരു വൈഫിനൊരു ചെറിയൊരു ഫീലിംഗ്. അപ്പോൾ അങ്ങനെ ഞാൻ ഫാദറോട് ചോദിച്ചു, എനിക്കൊരു റെസ്റ്റോറൻറ്റ് തുടങ്ങട്ടെ എന്ന് ചോദിച്ചു. പറഞ്ഞു നീ ചെയ്താൽ കുഴപ്പമില്ല. അപ്പോൾ അദ്ദേഹം ഒരു ടാർഗറ്റ് വെച്ചു, നീ ചെയ്യേണ്ട കുഴപ്പമൊന്നുമില്ല, പക്ഷേ ഇപ്പോൾ ഉള്ള ടേൺ ഓവർ ഇപ്പോൾ അപ്രോക്സിമേറ്റ് തോന്നുന്നു 40,000 ഡെയിലി ഉണ്ട്. അതിനെ നീ 60,000ലേക്ക് കൊണ്ടുവന്നാൽ നീ ഓൾറെഡി എലിജിബിൾ ഫോർ ഒരു ന്യൂ റെസ്റ്റോറൻറ്റ് പറഞ്ഞു. അങ്ങനെ എനിക്ക് തോന്നുന്നു 1.5 മാസം കൊണ്ട് ആ ഒരു ടാർഗറ്റിലേക്ക് എത്തിക്കാൻ സാധിച്ചു. അങ്ങനെ പുതിയൊരു റെസ്റ്റോറൻറ്റ് തുടങ്ങി. അവിടെ നിന്ന് അങ്ങോട്ട് പിന്നെ ഒരു യാത്രയായിരുന്നു. ഇപ്പൊ ഇത്രയും പറഞ്ഞതിൽ 1-2 കാര്യങ്ങൾ കുറച്ചും കൂടെ നമുക്ക് പ്രേക്ഷകർക്കായിട്ട് വിശദീകരിച്ച് പറയാമെന്ന് തോന്നുന്നു. കാരണം മാനേജ്മെന്റിൽ ഞാൻ ഒരുപാട് ഇന്റർവ്യൂസിലാണെങ്കിലും കേട്ടിട്ടുള്ളത്, നിങ്ങൾക്കൊരു ഓഫീസ് ഉണ്ടെങ്കിൽ അവിടെ തുടയ്ക്കുന്നത് മുതൽ തൂക്കുന്നത് മുതൽ എല്ലാത്തിലും നിങ്ങളങ്ങോട്ട് എക്സലൻ്റ് ആവണം. അവിടെ മുതൽ പഠിച്ച് വേണം മാനേജറുടെ കസേരയിൽ ഇരിക്കാൻ. ബട്ട് നിങ്ങളുടെ ഫാദർ പറഞ്ഞു തന്നത് ഇത്തരം ജോലികൾ ചെയ്യുന്ന ആൾക്കാരെ മാനേജ് ചെയ്യാൻ പഠിക്കുകയും അതേസമയം ടേൺ ഓവർ എനിക്ക് തോന്നുന്നു 40,000 നിന്ന് 60,000 എന്ന് പറയുന്നൊരു ചെറിയ തുകയല്ല, പെട്ടെന്ന് 1.5 ഇരട്ടി എങ്ങാണ്ടല്ലേ വർദ്ധിക്കേണ്ടത്. അപ്പോൾ 1.5 ഇരട്ടി വർദ്ധിപ്പിക്കണം എന്നൊരു ടാർഗറ്റ് ഇടുകയും ചെയ്യുന്നത് ഒരു പ്രത്യേകതരം മാനേജ്മെന്റ് പഠനമാണെന്ന് തോന്നുന്നു. അതൊന്ന് വിശദീകരിക്കാം. എനിക്കൊന്ന് നിഷാദും അത് തന്നെയാണെന്ന് തോന്നുന്നു പാലിക്കുന്നത്. അത് അന്ന് പഠിച്ചത് തന്നെയാണ് ഇപ്പോഴും ഞാൻ ഫോളോ ചെയ്യണത്. ഇപ്പോൾ എല്ലാ വീട്ടമ്മമാരും പറയുന്ന വലിയൊരു പ്രോബ്ലമാണ്, എനിക്ക് എന്നെക്കൊണ്ട് ഒന്നിനും പറ്റുന്നില്ല, വീട്ടിലെ പണിയുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് പലരും പറയുന്നതാണ്. ഞങ്ങൾ തിരിച്ചു പറയുന്നത് 8,000 രൂപയ്ക്ക് ഒരു സെർവൻറ്റിനെ വെച്ചാൽ ചെയ്യുന്നൊരു ജോലിക്ക് വേണ്ടി നിങ്ങളുടെ സ്കില്ലും അതെല്ലാം കളഞ്ഞുകൊണ്ട് എനിക്ക് തോന്നുന്നു ഏതൊരു ലേഡി വിചാരിച്ചാലും 50,000 റുപ്പീസ് ഉണ്ടാക്കാനായിട്ട് ഇന്നത്തെ കാലത്ത് ഒരു പ്രോബ്ലമില്ല. പക്ഷെ അവരെന്ത് ചെയ്യുന്നു, ആ കിച്ചണിലേക്ക് അവരുടെ സമയം 8,000 രൂപയ്ക്ക് ഒരു സെർവൻറ്റിനെ വെച്ചാൽ ചെയ്യുന്ന ജോലിക്ക് വേണ്ടി അവരൊരു ദിവസം കളയണം. പിന്നെ ക്ഷീണമായി, പിന്നെ അവരുടെ സ്കില്ല് അപ്സ്കില്ല് ചെയ്യാൻ പറ്റില്ല. ഇങ്ങനെ ഒരുപാടുണ്ട്. അപ്പോൾ ഇതേപോലെ തന്നെയാണ് ഞാൻ നോക്കിയതെന്ന് വെച്ച് കഴിഞ്ഞാൽ
ഒരു സ്ഥലത്തുനിന്ന് ജോലി ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ 10 സ്ഥലങ്ങളിൽ ജോലിക്കാരെ വെച്ചുകൊണ്ട് അങ്ങനെ ബിസിനസ്. അപ്പോൾ അവർക്കൊരു തൊഴിലവസരമായി അതോടൊപ്പം നമ്മൾ ബിസിനസ് എക്സ്പാൻഡ് ചെയ്യാൻ പറ്റും. അതാണ് ഇതിൽ പഠിച്ചൊരു പാഠം. ഈ എക്സ്പാൻഷൻ എന്ന് പറയുമ്പോൾ അഗെയിൻ എല്ലായിടത്തും എൻ്റെ കണ്ണെത്തുവോ, പലർക്കും ഉണ്ടാകുന്നതാണ്. ഞാൻ ഈ ചെറുതായിട്ട് ഇരുന്നാൽ എനിക്ക് കുഴപ്പമില്ല, 10-14 ചെയിൻ അതും തനിയെ എന്നൊക്കെ പറയുമ്പം എൻ്റെ ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുമോ? നിങ്ങളുടെ അതേ സിൽവർ സ്പൂൺ എന്ന പേരിലാണ് എല്ലാ റെസ്റ്റോറൻറ്റും വന്നിരുന്നത്. ഇതൊക്കെ ഇത് കാണുന്നതിൽ ഒരു ഓഫീസുമായിട്ട് അല്ലെങ്കിൽ ഒരൊറ്റ പ്രൊഡക്ഷൻ സെൻറ്റർ, അത് എന്തും ആയിക്കോട്ടെ, ഇരിക്കുന്നവർക്കും കൂടി കുറച്ച് ഹെൽപ്ഫുൾ ആയിരിക്കും. എങ്ങനെയാണ് ഒരാൾ, അത് ഈ പറഞ്ഞ ഹവാഡിൽ നിന്ന് പഠിച്ചിട്ട് വന്നതല്ല, അച്ഛൻ്റെ അടുത്തുനിന്ന് മാനേജ്മെന്റ് പഠിച്ച ഒരു യുവാവ് ഇതെല്ലാം എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്തു പോയേ? അതിലൊന്നേ ഞാൻ കണ്ടുള്ളൂ. ഞാൻ ആ സമയത്ത് എനിക്ക് തോന്നുന്നു 16 വയസ്സിൽ ഡ്രൈവിംഗ് പഠിച്ചു. കാരണം വീട്ടിലൊരു അംബാസഡർ കാറുണ്ടായിരുന്നു, അതിൽ നിന്ന് തന്നെ ഡ്രൈവിംഗ് പഠിച്ചിരുന്നു. അപ്പം അന്ന് പഠിച്ചത് മാരുതി മീൻസ് അംബാസഡർ കാറ് മേടിച്ചു. ഈ കല്യാണത്തെ സമയത്ത് ഒരു മാരുതി 800 മേടിച്ചു. അത് ഓടിക്കാനും അംബാസഡർ ഓടിക്കാനും ഒരു തന്നെയാണ്. അത് കഴിഞ്ഞൊരു ജീപ്പ് മേടിച്ചു, സാധാരണ പണ്ടത്തെ ഒരു ജീപ്പ്. അത് ഓടിക്കാനും വലിയ കുഴപ്പമില്ല. അപ്പോൾ ഒരു ഡ്രൈവിംഗ് പഠിച്ചു കഴിഞ്ഞാൽ, ഒരു കാർ ഓടിക്കാൻ പഠിച്ചാൽ എല്ലാ കാറും ഓടിക്കാൻ പഠിക്കാം. അതേപോലെ തന്നെ നമുക്ക് ഒരു റെസ്റ്റോറൻറ്റ് ഏത് റൺ ചെയ്യാൻ അത് പഠിച്ചാൽ അടുത്ത് തുടങ്ങാനും അതേ സ്കില്ല് തന്നെ നമുക്ക് മതി. പ്രത്യേകിച്ച് അതിന് വേണ്ടി ചെറിയൊരു എഫേർട്ട് മാത്രം എടുത്താൽ മതിയായിരുന്നു. അവിടുന്ന് കോവിഡ് വന്നപ്പോഴാണ് ടൈറ്റാനിക് ഇടിച്ച പോലെ നിങ്ങൾക്കൊരു, അപ്പോഴേക്ക് ഇത് എന്താ പറയുക, നിങ്ങൾ കൂടുതൽ മറ്റിടത്തൊക്കെ വേറെ ഇതിന് അപ്പുറം കുറേ കാര്യങ്ങൾ കൂടെ തുടങ്ങിയില്ലായിരുന്നു? യെസ് യെസ്. അതായത് ഈവന്റ് മാനേജ്മെന്റ് 2005 ഈവന്റ് മാനേജ്മെന്റ് തുടങ്ങിയിരുന്നു. കാറ്ററിംഗ് സർവീസ് അതൊക്കെ നല്ല രീതിയിൽ റൺ ചെയ്ത് പോയിരുന്നു. അപ്പോൾ ഓൾറെഡി നല്ലൊരു ക്രൂ ഉണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു നിയറസ്റ്റ് 360 സ്റ്റാഫ് ഉണ്ടായിരുന്നു. അപ്പോൾ ഈ കോവിഡ് വന്നപ്പോഴാണ് എൻ്റെ ഡിപ്പെൻഡേജ് നിൽക്കുന്ന അവരുടെ ഇൻകം സ്റ്റോപ്പായി, എൻ്റെ ഇൻകം സ്റ്റോപ്പായി. അപ്പോൾ അതിൽ നിന്ന് എനിക്കൊരു ചെറിയൊരു പാട് ഉൾക്കൊള്ളാൻ പറ്റി. ആ സമയത്ത് ഞാൻ ഒരുപാട് പണം ഉണ്ടാക്കിയിരുന്നു. പക്ഷേ കോവിഡ് വന്നപ്പോൾ ഞാൻ നോക്കിയപ്പോൾ ഈ പണം എവിടെ? ഈ ഒരു ക്വസ്റ്റ്യൻ മാർക്ക് എന്നെ വല്ലാതെ ഒന്ന് ഫീൽ ചെയ്യിച്ചിരുന്നു. കാരണം ഞാൻ ഉണ്ടാക്കിയ പണമൊക്കെ വീണ്ടും ബിസിനസ്സിലേക്ക് ഇൻവെസ്റ്റ് ചെയ്തു. അവിടെ പഠിച്ചതാണ് ആ പണത്തെ സമ്പത്താക്കി മാറ്റാന്ന് പറയും. അതെനിക്ക് പണവും സമ്പത്തും ഒന്നും തന്നെയല്ലേ? അതാണ് എനിക്കറിയാതിരുന്നത്, പലർക്കും അറിയാത്തൊരു കാര്യമാണ്. നമ്മൾ ഇന്ന് ബിസിനസ് ചെയ്തു അല്ലെങ്കിൽ ഇന്ന് ജോലി ചെയ്ത് കിട്ടുന്ന പണമാണ്. ഈ പണം നമ്മൾ സ്പെൻഡ് ചെയ്യുന്നു. അപ്പോൾ ഓൾറെഡി ഇത് നമ്മുടെ പണമല്ല, ആരോ ചിലവാക്കാൻ വേണ്ടി നമുക്ക് തരുന്നു, സ്പെൻഡ് ചെയ്ത് പോകുന്നു. അതേസമയം കിട്ടുന്നതിൽ നിന്ന് എത്രയാണോ ഒരു 20% മാറ്റി വെച്ച് അതിനെ ഇൻവെസ്റ്റ് ചെയ്തിട്ട് അതിനെ സേവ് ചെയ്തിട്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റി കഴിഞ്ഞിട്ട് അതിനെ സമ്പത്താക്കി മാറ്റണം. ആ സമ്പത്തിൽ നിന്ന് വേണം നമ്മൾ വീണ്ടും ചിലവാക്കാൻ വേണ്ടിയിട്ട്. അതായത് പറയണത് മേക്ക് മണി, സേവ് മണി, ഇൻവെസ്റ്റ് മണി ആൻഡ് സ്പെൻഡ് മണി എന്നാണ് പറയുന്നത്. ഇത് മനസ്സിലാക്കാൻ ഞാൻ വൈകി. അതായത് ഞാൻ കോടിക്കണക്കിന് രൂപ ബിസിനസ് മാസം ചെയ്തിരുന്ന ഒരാൾ കോവിഡ് വന്നപ്പോൾ സ്റ്റക്കായൊരവസ്ഥ. കാരണം എൻ്റെ പണത്തെ എൻ്റേതാക്കി ഞാൻ മാറ്റിയില്ല, സമ്പത്താക്കി മാറ്റിയില്ല. ഇതിന് കോവിഡ് തന്നെ വരണമെന്നില്ലല്ലോ. നമ്മുടെ മുമ്പിൽ മറ്റു ഉദാഹരണങ്ങളും ഉണ്ടല്ലോ. ഉദാഹരണം അറ്റ്ലസ് രാമേന്ദ്രൻ, അദ്ദേഹം കോടിക്കണക്കിന് നമുക്ക് വിശ്വസിക്കാൻ മേലാത്ത ബിസിനസ് ചെയ്യുന്ന ഒരാള് ഒരു സുപ്രഭാതത്തില്. നല്ലൊരു ചോദ്യമാണ്. അദ്ദേഹം അറ്റ്ലസ് രാമേന്ദ്രൻ എന്ന് വെച്ചാൽ സ്വന്തം ബ്രാൻഡ് ചെയ്തുകൊണ്ട് ഒരുപാട് പേർക്ക് ഒരു മോട്ടിവേഷൻ നൽകിയ വ്യക്തിയാണ്. പക്ഷെ അദ്ദേഹം ഇതേപോലെ ഒരു ബ്രാഞ്ച് തുടങ്ങുന്നു, അതിൽ നിന്ന് കിട്ടുന്ന പ്രോഫിറ്റ് കൊണ്ട് അടുത്ത ബ്രാഞ്ച് തുടങ്ങി. അങ്ങനെ കിട്ടുന്ന പണം അദ്ദേഹത്തിൻ്റെ ബിസിനസ്സിൽ തന്നെ ഇൻവെസ്റ്റ് ചെയ്തപ്പോൾ അദ്ദേഹത്തിൻ്റെ ബിസിനസ്സിൽ ചെറിയൊരു പ്രതിസന്ധി വന്നപ്പോൾ അതിൽ ഓവർകം ചെയ്യാൻ പറ്റിയില്ല. അതിനാൽ അദ്ദേഹം ജയിലിൽ പോയി. ഇപ്പം അദ്ദേഹം മരണപ്പെട്ടു. അപ്പം അതിൻ്റെ പ്രധാന കാരണം അദ്ദേഹത്തിന് ഉണ്ടാക്കിയ പണം ഒന്നും അദ്ദേഹം സമ്പത്താക്കിയില്ല. അപ്പോൾ ഈ കോവിഡ് പ്രതിസന്ധി മാത്രമായിരിക്കണമെന്നില്ല. നമ്മുടെ ജീവിതത്തിൽ എപ്പോൾ വേണമെങ്കിലും ഇത്തരം ഒരു പ്രതിസന്ധി ഉണ്ടായേക്കാം. പല വലിയ കോടീശ്വരന്മാരും നമ്മൾ കേട്ടിട്ടുണ്ട് പെട്ടെന്ന് തകർന്നു എന്ന്. അതിൻ്റെ ഒരു രഹസ്യം ഇതാണ്, നമ്മൾ സമ്പത്ത് ഉണ്ടാക്കിയില്ല എന്നുള്ളത്. അപ്പോൾ അത് കോടീശ്വരന്മാരെ മാത്രമല്ല, സാധാരണക്കാർ. ഇപ്പം നമ്മൾ പലപ്പോഴും കേൾക്കാറുണ്ട്, എങ്ങനെയാണ് ഈ മനുഷ്യരൊക്കെ ഈ ബ്ലേഡ് കമ്പനി പോയി ചാടുന്നത്, എന്തിനാണ് ഇതിനൊക്കെ തലവെച്ച് കൊടുക്കുന്നതെന്ന്. സിമ്പിളാണ്, അവരുടെ കയ്യിൽ പൈസ ഉണ്ടായിരുന്നില്ല. അപ്പം ശരിക്കും പറഞ്ഞാൽ ഒരുപാട് പണം ഉണ്ടാക്കുന്ന ആളെന്ന് പറയുന്നതും എന്തെങ്കിലും പൈസ കൈ കിട്ടുന്ന ആൾക്കാരും അവനവൻ്റെ സമ്പത്ത് എന്നതിൽ ശ്രദ്ധിക്കണ്ടേ? തീർച്ചയായിട്ടും. അതായത് ഇപ്പോൾ 1000 രൂപയ്ക്ക് ഒരു ജോലിയുള്ള ഒരാൾ അതിൽ നിന്ന് മിനിമം ഒരു 200 രൂപയെങ്കിലും അയാളുടെ സേവിങ്സ് ആക്കിയിട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്ന പറയാം. അപ്പോൾ ഇവിടെ പലർക്കും ഈ എങ്ങനെയാണ് സേവ് ചെയ്യേണ്ടതെന്നും ഇൻവെസ്റ്റ് ചെയ്യണമെന്ന് അറിയില്ല. അപ്പോൾ അത് ഫിനാൻഷ്യൽ ലിറ്ററസി ഇന്ന് ഭൂരിഭാഗം ആൾക്കാർക്കും ഇല്ല. സാമ്പത്തികമായിട്ട് വിദ്യാഭ്യാസം സ്കൂളിൽ നിന്ന് പോലും കൊടുക്കുന്നില്ല. അപ്പോൾ അതിൻ്റെ ഒരു കുറവ് എല്ലാവർക്കും ഉണ്ട്. അപ്പോൾ ഇത് ഓൾറെഡി എൻ്റെ ഒരു ഇപ്പോഴത്തെ ഒരു മെയിൻ ഗോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ
എല്ലാവരെയും ഈ ഫിനാൻഷ്യൽ ലിറ്ററസി പഠിപ്പിച്ചു കൊടുക്കാം. ഓക്കെ, അപ്പോൾ അതിലൂടെ വെറുതെ അല്ല, ഇപ്പം എന്നെ സംബന്ധിച്ച് ഞാൻ പറഞ്ഞ ഐ മേക്ക് മണി ബൈ ഹെൽപ്പിംഗ് യു ടു മേക്ക് മണി എന്ന് പറയുന്നത്. അതായത് മറ്റുള്ളവരെ പണം ഉണ്ടാക്കാൻ സഹായിച്ചുകൊണ്ട് ഞാൻ പണം ഉണ്ടാക്കുന്നു. അപ്പോൾ അത്തരത്തിലേക്കുള്ളൊരു ജനതയെ വാർത്തെടുക്കാൻ വേണ്ടിയിട്ട് കൂടി ഇപ്പം ഞാൻ പുതിയ ഒരു പ്രൊജക്റ്റ് കൂടെ റൺ ചെയ്യുന്നുണ്ട്, സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കൂടെ പണിപ്പുരയിലാണ്. അതിപ്പോൾ ഓൾറെഡി ഒരു മെയ് എൻഡോട് കൂടി അതിൻ്റെ ലോഞ്ചിങ് ആണ്. അപ്പോൾ അതിനോടനുബന്ധിച്ചുകൊണ്ടാണ് ഇപ്പോൾ മാം വന്നത്, നമ്മൾ തമ്മിൽ സംസാരിച്ചുകൊണ്ടിരിക്കുകയെന്ന് പറയാം. അതിന് മുമ്പ്, അതിലേക്ക് കടക്കും മുമ്പ് ഒരു കാര്യം കൂടി, ഈ പറഞ്ഞ ഇതേ സംഭവം നിങ്ങളുടെ 360 ജീവനക്കാർ കോവിഡ് സമയത്ത് ഫേസ് ചെയ്തത്, അവരെ കൂടി നിങ്ങൾക്കൊപ്പം പ്രശ്നങ്ങളിൽ നിന്ന് വിമുക്തരാക്കണമെന്നുള്ള ആഗ്രഹം, അപ്പോൾ അത്തരം ആൾക്കാർക്കും കൂടി ഉള്ളതാണ് ഈ സ്കീം അല്ലേ? തീർച്ചയായിട്ടും. അതായത് കോവിഡ് സമയത്ത് ബിസിനസ് ടെക്കായി. അപ്പോൾ ആ സമയത്ത് ഏറ്റവും കൂടുതൽ ഓൺലൈൻ ബിസിനസ്സാണ് ആ സമയത്ത്. നിങ്ങൾക്കറിയാം, ആമസോൺ, ഫ്ലിപ്കാർട്ട് മുതലായിട്ട് ഒരുപാട് കമ്പനികൾ കോടിക്കണക്കിന് രൂപയാണ് നമ്മുടെ ഇന്ത്യയിൽ നിന്നും വിദേശ രാഷ്ട്രത്തിൽ കൊണ്ടുവരുന്നത്. അപ്പോൾ ചിന്തിച്ചത്, എന്തുകൊണ്ട് നമ്മുടെ പണം പുറത്തേക്ക് കൊണ്ടുപോകണം? അതല്ലെങ്കിൽ ഇന്ത്യക്കാർ കഴിവില്ലാണ്ടാണോ? അപ്പോൾ ആ ഒരു മെസ്സേജ് കിട്ടിയപ്പോഴാണ് ചിന്തിച്ചത്, എന്തുകൊണ്ട് ഇവിടെ ഞങ്ങൾക്കും ഒരു ഓൺലൈൻ ബിസിനസ് തുടങ്ങിക്കൂടാ? അതോടൊപ്പം തന്നെ ഈ ഓൺലൈൻ ബിസിനസ്സിന് പ്രത്യേകത, ഏത് പ്രതിസന്ധി വന്നാലും അതിന് ബ്ലോക്കില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൺലൈൻ അന്ന് ഒരു കോവിഡും അവിടെ ബ്ലോക്ക് ചെയ്തിട്ടില്ല. അപ്പോൾ ഇനി എന്ത് വന്നാലും എൻ്റെ സ്റ്റാഫിന് എനിക്കും പട്ടിണി കിടക്കേണ്ട. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഞാനൊരു ഓൺലൈൻ ഇ കൊമേഴ്സ് കമ്പനി സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ ഇ കൊമേഴ്സ് കമ്പനി സ്റ്റാർട്ട് ചെയ്തതിൻ്റെ പ്രധാന ലക്ഷ്യം എനിക്ക് സ്വന്തമായിട്ട് തുടങ്ങാമെന്നുള്ളത് മാത്രമല്ല, ഇവിടെ ഞാൻ മുന്നോട്ട് വെക്കുന്ന ആശയം, അതായത് നമ്മൾ ഇന്നത്തെ യുവതലമുറയുടെ ഏറ്റവും വലിയ ആഗ്രഹം ഒരു ഇ കൊമേഴ്സ് അല്ലെങ്കിൽ ഓൺലൈൻ കമ്പനിയിൽ പ്രവർത്തിക്കുക അല്ലെങ്കിൽ സ്വന്തമായിട്ട് തുടങ്ങുക എന്നുള്ളതാണ്. എല്ലാവരും ആഗ്രഹം തന്നെയാണ്. അപ്പോൾ അതിൻ്റെ കാരണം ഇന്നത്തെ ഒരു ട്രെൻഡാണത്. അതായത് ഇപ്പോൾ സാധാരണ സ്ത്രീകളെ സംബന്ധിച്ച് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാതെ അവർക്കൊരു ഓൺലൈനിലൂടെ ഒരു വരുമാനം ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഇഷ്ടമാണ്. പക്ഷേ അവിടെ 3 പ്രോബ്ലംസ് അവിടെ അവരെ ഫേസ് ചെയ്യുന്നുണ്ട്. അതായത് ഒരു ഓൺലൈൻ ബിസിനസ് അല്ലെങ്കിൽ ഇ കൊമേഴ്സ് ബിസിനസ് ചെയ്ത് സക്സസ് ആവണമെങ്കിൽ 3 കടമ്പ കടക്കണം. അതായത് 1, ആ ബിസിനസ് റൺ ചെയ്യുന്ന കമ്പനിയെ ബ്രാൻഡാക്കി മാറ്റണം. 2, നമ്മൾ വിൽക്കുന്ന പ്രൊഡക്റ്റുകൾ ബ്രാൻഡാകണം. 3, വിൽക്കുന്ന ഞാൻ ബ്രാൻഡാകണം. അപ്പോൾ ഇത് 3 കൂടെയുള്ള പ്ലാറ്റ്ഫോമാണ് ഞാനിപ്പോൾ ജസ്റ്റ് ഒരു 2 മന്തിനുള്ളിൽ എയർ ചെയ്യാൻ വേണ്ടി പോകണം. അതായത് ആ കമ്പനിയുടെ പേര് ജസ്പേഡ് ഇന്റർനാഷണൽ എന്നാണ്. പ്രൊജക്റ്റ് മീ കൊമേഴ്സ്. മീ കൊമേഴ്സ് എന്ന് വെച്ചാൽ എൻ്റെ കട. അപ്പോൾ ആർക്കും സ്വന്തമായിട്ട് എൻ്റെ കട തുടങ്ങാം. ആ എൻ്റെ കടയിൽ ഇപ്പോൾ ഏകദേശം ഞാൻ പ്രൊവൈഡ് ചെയ്യണത് 2 കോടിക്ക് മേലെയുള്ള പ്രൊഡക്റ്റുകൾ, അതും ബ്രാൻഡഡ്. ഓക്കെ, അതോടൊപ്പം തന്നെ വിൽക്കുന്നവർ ഓരോരുത്തരെയും ബ്രാൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രൊഫൈൽ മേക്കർ എന്ന് പറയുന്ന ഒരു പുതിയ കോൺസെപ്റ്റോട് കൊണ്ടുവന്നേക്കാണ്. അപ്പോൾ ഒരു പ്രൊഫൈൽ മേക്കർ ചെയ്തിട്ട് അതിലൂടെ ഈ പറയുന്ന ഒരു മീ കൊമേഴ്സിൻ്റെ ലിങ്ക് കൊടുത്ത് അതിലൂടെ ഒരു വലിയ സ്റ്റോക്ക് കൊടുത്തുകൊണ്ട് ആർക്കും വീട്ടിലിരുന്നു കൊണ്ട് ലക്ഷങ്ങൾ മാസം വരുമാനം ഉണ്ടാക്കാനുള്ള ഒരു പ്രൊജക്റ്റ് കൂടിയിട്ടാണിത്. അപ്പോൾ കമ്പനിയുടെ പേര് ജസ്പേഡ് ഇന്റർനാഷണൽ പ്രൈവറ്റ് ലിമിറ്റഡ്. നമ്മൾ കേൾക്കുന്ന പലർക്കും ജസ്പേഡിനെ കുറിച്ച് കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിൻ്റെ കൂടെ എങ്ങനെയാണ് നിങ്ങളെ ബന്ധപ്പെടുന്നത് എന്നുള്ളതിൻ്റെ ലിങ്ക് അത് കൊടുക്കാൻ പറ്റുമായിരിക്കും. തീർച്ചയായും. അതുപോലെ തന്നെ എന്തെല്ലാം കൊമേഴ്സ് പറഞ്ഞാലും ഇല്ലെങ്കിലും നമ്മുടെ മലയാളിയുടെയെങ്കിലും മനസ്സിൽ രൂഢമൂലമായ ഒരു കാര്യമുണ്ട്, ചതിക്കാത്തത് 2 സാധനമേ ഉള്ളൂ പൈസയിൽ, ഒന്ന് പൊന്ന്, ഒന്ന് മണ്ണ്. അപ്പം ഇതിൻ്റെ ഒരു രണ്ടിൻ്റെയും കൂടെ ഒരുപക്ഷെ ഒരു കൂട്ടായ്മയായിരിക്കാം അടുത്തതായി വരുന്ന പ്രൊജക്റ്റ്. അതായത് സുഗന്ധമുള്ള പൊന്ന് എന്നാണല്ലോ ചന്ദന അറിയപ്പെടുന്നത്. അപ്പം അതേക്കുറിച്ചൊന്ന് പറഞ്ഞ്. യെസ്, തീർച്ചയായും. നല്ല അല്ലേ, പറഞ്ഞ പോലെ തന്നെ സുഗന്ധമുള്ള പൊന്ന് അല്ലേ. അതേപോലെ ഞങ്ങളുടെ പുതിയ പ്രൊജക്റ്റാണ്. അതിൻ്റെ പേരിട്ടിരിക്കുന്നത് ഫ്രാഗ്രൻ്റ് ഹെവൻ എന്നാണ്. ഓക്കെ, സുഗന്ധമുള്ള സ്വർഗം. അപ്പോൾ എൻ്റെ ഒരു സ്വപ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ കൂടെ എന്തിനും കൂടെ നിൽക്കുന്ന ഒരു ടീം എൻ്റെ കൂടെയുണ്ട്. അപ്പോൾ ആ ടീമുമായിട്ട് ഈ സുഗന്ധമുള്ള സ്വർഗം എന്ന് പറയുന്നത് 15 ഏക്കർ സ്ഥലത്ത് അവിടെ ഒരു 100 വില്ല, അതിൽ 101ാമത്തെ വില്ല എൻ്റേതാണ്. ഓക്കെ, അങ്ങനെ അവരെയും കൂട്ടിക്കൊണ്ട് ഒരു വലിയൊരു കമ്മ്യൂണിറ്റി ബിൽഡ് ചെയ്യാന്നുള്ളതാണ്. അപ്പോൾ അതിനുവേണ്ടി ഞാൻ കുറച്ച് പേർക്ക് ഫിൽട്ടർ ചെയ്ത് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഈ ഒരു പുതിയ പ്രൊജക്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെയുള്ള ഇപ്പോൾ എക്സാമ്പിളായിട്ട് നമ്മൾ 100 പേരെടുത്ത് കഴിഞ്ഞാൽ അതിൽ 3 കാറ്റഗറി ആയിട്ട് തിരിക്കാം. അല്ലെങ്കിൽ 89% ആളുകളും ഇവിടെ ശരിക്കും പറഞ്ഞാൽ സാധാരണക്കാർ അല്ലെങ്കിൽ മിഡിൽ ക്ലാസ് എന്ന് പറയാം. ഇവർ പലരും ജീവിച്ചു പോണത് 50,000 രൂപ വരുമാനമുണ്ട്, 55,000 ചിലവുണ്ട്. അപ്പോൾ ആ 5,000 റുപ്പീസ് കടം വാങ്ങാം. പക്ഷേ ഈ കടം വാങ്ങിയിട്ട്
സമയത്തിന് തിരിച്ചു കൊടുക്കാൻ പറ്റാത്തവരുണ്ട്, അതല്ലെങ്കിൽ അതിന് ഇൻട്രസ്റ്റ് കൊടുത്ത് പോകുന്നവരുണ്ട്. അപ്പം അങ്ങനെ റൊട്ടേഷൻ എന്ന് പറഞ്ഞു, അതായത് അവിടെ നിന്ന് മേടിച്ച് ഇവിടെ കൊടുത്ത്, ഇവിടെ നിന്ന് മേടിച്ച് അവിടെ കൊടുത്ത്, ഇങ്ങനെ ജീവിച്ചു പോകുന്ന ആളുകളാണ് 89% ആളുകൾ. ഇവരൊരിക്കലും ലൈഫിൽ സക്സസ് എന്നുള്ളത് ഒരു കാരണവശാലും എത്താൻ പോകുന്നില്ല. പിന്നീട് ഒരു 10% ആളുകളുണ്ട്. അവർ പറയുന്നത് ഈ കഴിഞ്ഞ 89% പേരും പൈസ ഉണ്ടാക്കുന്നുണ്ട്, പക്ഷേ പൈസ ഉണ്ടാക്കേണ്ടത് അവരുടെ ടൈമും അവരുടെ എനർജി ഉപയോഗിച്ചിട്ടാണ്. അപ്പോൾ അവരെ സമയവും എനർജി കൊടുക്കാത്ത സമയത്ത് അവർക്ക് പണമില്ല. ഇനി അതേസമയം ബാക്കിയുള്ള 10% ആൾക്കാരുണ്ട്. ഇവരെ സംബന്ധിച്ച് അവർ സ്കില്ല് ഡെവലപ്പ് ചെയ്തിട്ട് അതിൽ നിന്ന് വരുമാനം ഉണ്ടാക്കുന്നവരായിരിക്കും. അപ്പോൾ അവരെ സംബന്ധിച്ച് അവർ നല്ലൊരു ലൈഫ് എൻജോയ് ചെയ്തവരായിരിക്കും. പിന്നെയുള്ളൊരു 1% ഉണ്ട്. പക്ഷേ 89% ആളുകൾക്കും ഈ 10%ലേക്ക് എത്തിപ്പെടാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. കാരണം എന്താ, അവർ ഒരുപാട് എഫേർട്ട് എടുത്ത് അവർ സ്കില്ല് അപ്സ്കില്ല് ചെയ്ത് അങ്ങനെ ഒരുപാട് എഫേർട്ട് എടുക്കേണ്ടതുണ്ട്. അപ്പോൾ ഒരു കാരണവശാലും അതിൽ ചെറിയൊരു ശതമാനം മാത്രമേ ഈ പറഞ്ഞ 10%ലേക്ക് 89% എത്തുള്ളൂ. പക്ഷേ പിന്നെയുള്ള 1% ഉണ്ട്. അവരെ സംബന്ധിച്ച് അവർ വിളിക്കുന്നത് മണി ഫോർ മണി എന്ന് പറയാം. പൈസ കൊണ്ട് പൈസ ഉണ്ടാക്കുന്നവർ. അതായത് നമ്മളൊരു സിനിമയിൽ കേട്ടിട്ടുണ്ട്, എൻ്റെ വയസ്സായ അച്ഛനെ പണിക്ക് വിട്ടിട്ടാലും ഞാൻ ജീവിക്കുന്നു, അല്ലേ? ഞാനിവിടെ പറയുന്നത് അത്ര ഒന്നുമില്ല, നിങ്ങൾ അച്ഛനൊന്നും പണിക്ക് വിടണ്ട, നിങ്ങളുടെ കയ്യിൽ ഇപ്പോൾ എന്തുണ്ടോ ഈ പണത്തെ ജോലിക്ക് വിട്ടുകൊണ്ട് നിങ്ങൾക്ക് ജീവിക്കാം, അതായത് പണത്തെ ഇരട്ടിപ്പിക്കാം. അതായത് നിങ്ങൾ ഈ 89%-ൽ നിന്ന് 1%-ലേക്ക് ഒരു ജമ്പിങ്. ഇതാണ് എൻ്റെ അടുത്തൊരു പ്രൊജക്റ്റ്. അപ്പോൾ എങ്ങനെയാണ് ഈ പണത്തെ കൊണ്ട് പണിയെടുപ്പിച്ച് സമ്പന്നനാകാം, ഇതാണ് എൻ്റെ അടുത്തൊരു എപ്പിസോഡ്. സ്റ്റേ ട്യൂൺ. താങ്ക് യു.